ജയിൽ മേധാവി എസ് ശ്രീജിത്തിന് DGP-ആയ സ്ഥാനക്കയറ്റം നൽകിയ നടപടിയിൽ സംസ്ഥാന സർക്കാരിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ചീഫ് സെക്രട്ടറിയാണ് സംസ്ഥാന സർക്കാരിനോട് ഒരു ശുപാർശ നൽകിയത്, അതായത് ശ്രീജിത്തിനെ DGP-ആയിട്ട് ഒരു പ്രൊമോഷൻ നൽകണമെന്ന്. അതോടെ സർക്കാർ ആ ഫയലിൽ ഒപ്പിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനെയാണ് ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകാൻ എന്താണ് ഇത്ര തിടുക്കമെന്നാണ് കോടതി സർക്കാരിനോട് ചോദിച്ചത്. KM ഷാജഹാൻ നൽകിയ ഹർജി ഹൈക്കോടതിയുടെ സജീവ പരിഗണനയിലിരിക്കെ തിടുക്കപ്പെട്ട് തീരുമാനമെടുത്തതിലാണ് കോടതി രൂക്ഷമായ അതൃപ്തി രേഖപ്പെടുത്തിയത്. എസ് ശ്രീജിത്തിനുള്ള സ്ഥാനക്കയറ്റം നിയമചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ADGP തസ്തികയിൽ നിന്ന് DGP-ആയി ഉയർത്തുമ്പോൾ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അതായത് വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അതായത് ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന് സ്വാഭാവികമായി DGP-ആയിട്ട് പ്രൊമോഷൻ നൽകുമ്പോൾ ആ ഉദ്യോഗസ്ഥന്റെ പേരിൽ ഒരു തരത്തിലുമുള്ള വിജിലൻസ് അന്വേഷണമോ അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള കേസുകളൊന്നുമില്ല, അഴിമതി ആരോപണങ്ങളൊന്നുമില്ല എന്ന് വിജിലൻസ് ഒരു ക്ലീൻ ചീറ്റ് നൽകും. ആ ക്ലീൻ ചീറ്റോ അല്ലെങ്കിൽ ആ ക്ലിയറൻസോ പ്രക്രിയയോ ഒന്നും തന്നെ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. മുമ്പ് നൽകിയ കോടതി നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിൽ സർക്കാർ നിലപാടിനോട് കോടതി കടുത്ത അമർഷമാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ബോഡി ബിൽഡർമാർക്ക് ഇൻസ്പെക്ടർ തസ്തികയിൽ നിയമനം നൽകിയതിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചു. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരിക്കെ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തി. ADGP ആയിരിക്കെ മുൻകൂട്ടി അനുമതി ഒന്നും വാങ്ങാതെ വിദേശ യാത്രകൾ നടത്തി തുടങ്ങിയ ആരോപണങ്ങൾ അന്വേഷണം നടത്തി വിവരങ്ങൾ സമർപ്പിക്കാൻ മുമ്പ് കോടതി ഉത്തരവിട്ടിരുന്നെങ്കിലും സർക്കാർ അത് പാലിച്ചിരുന്നില്ല. നവകേരള സദസ്സിനിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ നടത്തിയ ആക്രമണ കേസ് അട്ടിമറിക്കാൻ നീക്കം നടത്തിയതിനാണ് ADGP MR അജിത് കുമാർ സസ്പെൻഷനിലായത്. അജിത് കുമാർ പുറത്തായ ഒഴിവിലാണ് എസ് ശ്രീജിത്തിന് ആഭ്യന്തര വകുപ്പ് DGP-ആയി പ്രൊമോഷൻ നൽകിയത്. വിവാദങ്ങളും ആരോപണങ്ങളും നിലനിൽക്കെയാണ് സർക്കാർ ഈ ഉത്തരവിറക്കിയത്. സ്ഥാനക്കയറ്റം ലഭിച്ചില്ലെങ്കിലും ശ്രീജിത്ത് നിലവിൽ ജയിൽ മേധാവിയായി തന്നെ സേവനം തുടരുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥന് DGP-ആയ സ്ഥാനക്കയറ്റം നൽകാൻ സർക്കാർ എന്തുകൊണ്ടാണ് ഇത്ര തിടുക്കം കാണിക്കുന്നതെന്ന് ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. 2 ബോഡി ബിൽഡർമാർക്ക് സബ് ഇൻസ്പെക്ടറായി SI നിയമനം നൽകിയതുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയാണ് കോടതിയുടെ രൂക്ഷമായ പരാമർശമുണ്ടായത്. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി നിലവിൽ കോടതിയുടെ സജീവ പരിഗണനയിലിരിക്കെ ഇതുമായി ബന്ധപ്പെട്ട കോടതി ഈ കേസുകളൊന്നും തന്നെ തീർപ്പാക്കിയിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് സർക്കാർ ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുന്നു എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഹൈക്കോടതി സർക്കാരിന് നേരെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തിടുക്കത്തിലുള്ള സ്ഥാനക്കയറ്റ നടപടി ഉണ്ടായതെന്ന് സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നടപടിക്രമങ്ങളിലെ ഗുരുതരമായ വീഴ്ചകൾ തുറന്നുകാട്ടിയ കോടതി കേസ് കൂടുതൽ വാദത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തായാലും ഒരു വലിയൊരു വാദമായി മാറുന്നു. അതായത് അജിത് കുമാറിനെ സസ്പെൻഷനിലേക്ക് മാറ്റി, അല്ലെങ്കിൽ അജിത് കുമാറിന്റെ സസ്പെൻഷൻ നടപടി ഉൾപ്പെടെയുള്ള കടുത്ത നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങിയില്ല എന്നുണ്ടായിരുന്നെങ്കിൽ അജിത് കുമാറിന് DGP-ആയിട്ട് പ്രൊമോഷൻ കിട്ടുമായിരുന്നു. പക്ഷേ അജിത് കുമാറിനെ സംസ്ഥാന സർക്കാർ സസ്പെൻഡ് ചെയ്തതോടുകൂടിയാണ് ആ ഒരു ഒഴിവിലേക്ക് എസ് ശ്രീജിത്തിന് DGP ആയിക്കൊണ്ട് ഒരു പ്രൊമോഷൻ നൽകിയത്. പക്ഷേ ശ്രീജിത്തിന്റെ പേരിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വിദേശ രാജ്യത്ത് ദുബായിലേക്ക് പോയപ്പോഴത്തേക്ക് അവിടെ പോലീസിന്റെ യൂണിഫോം ഉപയോഗിച്ചെന്നും അതോടൊപ്പം തന്നെ മുൻകൂട്ടി അനുമതിയൊന്നും വാങ്ങാതെയൊക്കെയാണ് ശ്രീജിത്ത് അവിടെ പോയത് എന്നൊക്കെയുള്ള പലതരത്തിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള സംഭവങ്ങളുണ്ട്. അതെല്ലാം നിലവിൽ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. അപ്പോൾ വിജിലൻസിന്റെ ഭാഗത്തു നിന്നും ശ്രീജിത്തിന് ഒരു ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഹൈക്കോടതി കേസ് പരിഗണനയിൽ ഇരിക്കുമ്പോൾ ഹൈക്കോടതിക്ക് ഒരു വില സംസ്ഥാന സർക്കാർ നൽകുന്നില്ല എന്നൊരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ എത്തിയത്. അതാണ് ഹൈക്കോടതിയെ വലിയ രീതിയിലുള്ള ചൊടിപ്പിക്കാൻ ഒരു പ്രധാന കാരണമായി മാറിയത്.